താങ്കൾ ജീവിതത്തിൽ പ്രത്യേകിച്ച് താങ്കളുടെ തൊഴിൽ മേഖലയിൽ ഒരു ക്ലാരിറ്റി തേടിക്കൊണ്ടിരിക്കുകയാണോ? അതായത് അടുത്തത് എന്ത് ചെയ്യണം? എന്തായിരിക്കും എൻ്റെ അടുത്ത സ്റ്റെപ്പ്? എൻ്റെ തൊഴിൽ ഇപ്പോൾ നഷ്ടപ്പെടുമോ? പുതിയ തൊഴിൽ എനിക്ക് കിട്ടുമോ? എന്ന രീതിയിൽ ഒരുപാട് ആശയക്കുഴപ്പങ്ങളുള്ള ആളുകളുണ്ട്. ഇവർ പലപ്പോഴും നമ്മളെ സമീപിക്കാറുമുണ്ട്. ഇത് എങ്ങനെ താങ്കൾക്ക് സ്വയം ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. എങ്ങനെ ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ട് താങ്കൾക്ക് തന്നെ താങ്കളുടെ സ്വയം കരിയർ രീതി നടത്താം എന്നാണ് ഞാൻ പറഞ്ഞുതരുന്നത്. ഇതിന് ബേസിക് ആയിട്ട് വേണ്ടത് നമുക്ക് ഒരു ടാരോ ഡെക്ക് സ്വന്തമായിട്ട് വേണം. അപ്പോൾ ഇത് തുടക്കക്കാരായിട്ട് ടാരോ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതായത് നിങ്ങളുടെ ഒരു ടാരോ ഡെക്ക് ഉണ്ടെങ്കിൽ ഏത് ഡെക്കും ആവാം. റൈഡർ ആൻഡ് വൈറ്റ് ഡെക്കാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. ദ മദർ ഓഫ് ഓൾ ടാരോ ഡെക്സ് എന്ന് പറയും റൈഡർ ആൻഡ് വൈറ്റ്, RIDER WAIT, റൈഡർ ആൻഡ് വൈറ്റ് ഡെക്ക് ഏറ്റവും കോമൺ ഡെക്കാണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് താങ്കളെ സ്വാഗതം. ആദ്യമായിട്ടാണ് താങ്കൾ എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ എന്നാണ്. ഞാൻ ഒരു സ്പിരിച്വൽ അബണ്ടൻസ് കോച്ചാണ്. കേരളത്തിലെ 1,00,000 ആളുകൾക്ക് ടാരോയിലൂടെ വ്യക്തതയിലുള്ള ജീവിതം നയിക്കാനും അബണ്ടൻസ് അട്രാക്ട് ചെയ്യാനും സഹായിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി ടാരോ പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. താങ്കൾക്കും ഈ ലക്ഷ്യത്തിൻ്റെ ഭാഗമാവാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ സൗജന്യ വെബിനാറിൽ പങ്കെടുത്ത് ടാരോയുടെ ലോകത്തേക്ക് ഞാൻ പിച്ച വയ്ക്കാവുന്നതാണ്. ഞാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കരിയർ റീഡിങ് നടത്താം. ഓക്കെ, അപ്പോൾ കാർഡ് താങ്കളടുത്ത് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇല്ലെങ്കിലും ഈ വീഡിയോ കണ്ടതിന് ശേഷം താങ്കൾക്കിത് മേടിച്ച് സ്വയം ഇതാക്കാവുന്നതാണ്. കരിയർ എന്ന് പറയുമ്പോൾ ഭയങ്കര വിശാലമായിട്ടുള്ള ഒരു മേഖലയാണ്. ടാരോയിൽ 40%-ലധികം ചോദ്യങ്ങൾ കരിയറുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. കരിയർ എന്ന് പറയുമ്പോൾ ബിസിനസ്സും കൂടി ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. കാര്യം എന്തെന്നാൽ ഇത് നമ്മുടെ അന്നമാണ്. ഓക്കെ, കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് സുരക്ഷിതത്വം, നമ്മുടെ ധനം, ആരോഗ്യം എന്ന് പറയുന്ന ആരോഗ്യവും ഇതിനോട് ചേർത്തിട്ടാണ് വരിക. അപ്പോൾ ഇത് നമ്മൾ പൊതുവെ പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് റീഡ് ചെയ്യാൻ പറയും, വളരെ കെയർഫുള്ളായിട്ട്. അതുകൊണ്ട് താങ്കൾക്ക് സ്വയം ഇതാക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മളൊരു ടാരോ റീഡർ അടുത്ത് വരുമ്പോൾ നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ കുറച്ചധികം കാർഡുകൾ എടുക്കും. കാര്യം ഈ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ആ വ്യക്തിയുടെ ചുറ്റുപാട് എന്താണ് ആ വ്യക്തിയുടെ മാനസികമായിട്ട് ഇപ്പോൾ ബ്ലോക്ക് ചെയ്യുന്നത്, എന്താണ് കറണ്ട് എനർജി എന്നെല്ലാം നമ്മൾ നോക്കും. പക്ഷെ ഇതൊന്നും നമ്മൾ സ്വയം റീഡ് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യമില്ല. കാരണം ഇതെല്ലാം നമുക്ക് സ്വയം അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാമെന്നുള്ളതാണ്. പൊതുവേ നമുക്കിപ്പോൾ കരിയർ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ AI ഒക്കെ വന്നതിന് ശേഷം പല മേഖലയിലും വലിയ തോതിൽ വെല്ലുവിളി നേരിടുന്നുണ്ട്. അതായത് നമ്മൾ ചെയ്തിരുന്ന തൊഴിൽ AIക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ തന്നെ പറയുകയാണെങ്കിൽ കഴിഞ്ഞൊരു 3-4 മാസം മുമ്പ് വരെ പരസ്യം ചെയ്യാനായിട്ടുള്ള പോസ്റ്ററുകളൊക്കെ നമ്മളൊരു ക്രിയേറ്റീവ് ആളെ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അവർക്ക് നമ്മൾ ഇതിന് 150 രൂപ മുതൽ 500 രൂപ വരെ അവരുടെ ഇതിനനുസരിച്ച് കൊടുക്കാറുണ്ട്. പക്ഷെ ഇന്നതിൻ്റെ ആവശ്യമില്ല. നമ്മൾ നല്ലൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മനോഹരമായിട്ട് ജെമിനി 3 നമുക്ക് ആ ഇമേജ് ഉണ്ടാക്കി തരും. പിന്നെ ക്യാൻവയിൽ ബേസിക്കായിട്ട് എഡിറ്റ് ചെയ്യാനും പറ്റിയാൽ മതി. അപ്പോൾ അങ്ങനെ എല്ലാ തൊഴിൽ മേഖലയിലും വലിയ രീതിയിൽ മാറ്റങ്ങൾ നമുക്ക് വെല്ലുവിളി നേരിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചോദിക്കേണ്ടത് എന്താണെന്നുള്ളതാണ്. ഇതിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഓരോരോ ചോദ്യങ്ങളായിട്ട് ചോദിച്ച് നമുക്ക് ഓരോരോ കാർഡുകൾ ഇത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കാർഡുകൾ എടുക്കുന്നു, ഷഫിൾ ചെയ്യുന്നു. എപ്പോഴും റീഡ് ചെയ്യുമ്പോൾ നമുക്കൊരു മൈൻഡിന് ക്ലാരിറ്റി വേണം. അപ്പോൾ സാധാരണ ഇതിൽ നിൽക്കറിയാലോ, ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. നമ്മളൊന്ന് ഒരു 3 പ്രാവശ്യം അത് ചെയ്യുമ്പോൾ നമ്മളൊന്ന് കാം ഡൗൺ ആവും. വെപ്രാളപ്പെട്ട് ഓടി വന്ന് ചെയ്യേണ്ട ഒരു കാര്യമല്ല ടാരോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് ബ്രീത്ത് ഇൻ ചെയ്ത് ഒന്ന് കാം ആവണം. ഒന്ന് ബ്രീത്ത് ഇൻ ചെയ്താലോ നമുക്ക്? യെസ്, ബ്രീത്ത് ചെയ്തോളൂ. ഹോൾഡ്, പതുക്കെ ബ്രീത്ത് ഔട്ട്. എപ്പോഴും ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന കൂടുതൽ സമയം എടുക്കണം. വായിലൂടെ ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ ഒരു 3 പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മളൊന്ന് കാമാവും. കാമായതിനു ശേഷമാണ് നമ്മൾ ടാരോ കാർഡ് എടുക്കുന്നത്. ടാരോ കാർഡ് വളരെ റെസ്പെക്റ്റോടുകൂടി നമ്മൾ എടുക്കുന്നു. എടുത്ത് നമ്മളതിങ്ങനെ സ്പ്രെഡ് ചെയ്യണം. ഓക്കെ, നമ്മളിങ്ങനെ നമ്മുടെ മുന്നിലൊരു പേപ്പറോ അല്ലെങ്കിൽ തുണിയോ ഇട്ട് വിശാലമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നു. ഞാൻ ക്യാമറ മാറ്റുന്നില്ല, സിംഗിൾ നിങ്ങളെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നിങ്ങളുടെ ഇപ്പോൾ കരിയർ എന്താണ് നിങ്ങൾ ആലോചിക്കുക. ഇത് നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യാൻ പറ്റുമോ, കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. എന്താണ് ഇപ്പോൾ എൻ്റെ ബ്ലോക്കേജ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. വാട്ട് ഈസ് മൈ കറണ്ട് ബ്ലോക്കേജ് എന്ന് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കുന്നു. ഒരു കാർഡ് എടുക്കുന്നു. യൂണിവേഴ്സ് അത് റിവീൽ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഇങ്ങനത്തെ ഒരു കാർഡാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിത് നോക്കും. ഇതിൽ മനുഷ്യനെ കാണാനില്ലല്ലോ. എന്താണ് കാണുന്നത്? ഇതിൽ 8 വടികളാണ് കാണുന്നത്. 8 വടികളും ഓർഡറിലിരിക്കുന്നു, മുന്നോട്ട് പോകുന്നു. ഈ വടികൾ താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ കാർഡിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, ഈ കാർഡിൻ്റെ അർത്ഥം അറിയാതെ റീഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിൽ ചിത്രങ്ങളില്ലാത്തതുകൊണ്ട്. ഇത് 8 ഓഫ് വോൺസ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. 8 ഓഫ് വോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേഗതയിൽ മുന്നോട്ട് പോകുക എന്ന് പറയും. അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നിൽ ഒരാൾ ഓടുന്നുണ്ട് സങ്കല്പിക്കുക. അയാൾക്ക് 8 വടികൾ അയാളുടെ മേലെ എറിഞ്ഞിരിക്കുന്നു എന്നൊരർത്ഥമുണ്ട്. അതിൽ നിന്ന് കൊള്ളാതിരിക്കാൻ അയാൾ ഓടുന്നു എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ എന്താണ് എന്നെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ, നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടണമെന്നോ എന്തോ ഇതുണ്ട്. അതായത് നമ്മൾ കാലത്തിനൊത്ത്
നമ്മൾ വളർന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ എനർജി താഴെയാണ്. കാരണം വോണ്ട് എന്ന് പറയുന്നത് ഫയറിൻ്റെ എനർജിയാണ്. അതായത് ഒരു തീ കത്തുമ്പോൾ നമ്മൾ അതേ വേഗത്തിൽ ഓടണ്ടേ. അതേപോലെ ഇപ്പോഴത്തെ ഒരു എക്സസൈസിൽ നമ്മുടെ ബ്ലോക്കേജ് എന്ന് പറയുന്നത് നമുക്ക് കറണ്ട് ഇതിനനുസരിച്ച് നമുക്ക് എനർജി ഉയർത്താൻ പറ്റിയിട്ടില്ല. നമ്മളിപ്പോഴും പഴയ ലോകത്താണ് നിൽക്കുന്നത്. ഇതാണ് ഈ കാർഡിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ ബ്ലോക്കേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ഇല്ല എന്നൊരു അർത്ഥമുണ്ട്. നിങ്ങൾ നോക്കൂ, 8 ഇത് നല്ല ഓർഡറിലാണ്. 8 എന്ന് പറയുന്ന ഓർഡറിൻ്റെ ആണ്. അപ്പോൾ നമ്മൾ ചോദിക്കുക, നമ്മൾ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആണോ ചെയ്യുന്നത്? എനിക്ക് ജീവിതത്തിൽ ഓർഡർ ഉണ്ടോ? കൃത്യസമയത്ത് ഞാൻ എണീക്കാറുണ്ടോ? കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? എൻ്റെ തൊഴിലിൽ ഞാൻ എത്രത്തോളം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? അങ്ങനെ നമ്മളോട് ചോദിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒന്നുകിൽ നമ്മുടെ എനർജി ഹൈ അല്ല, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഓർഡർ ഇല്ല, സിസ്റ്റം ഇല്ല, അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ട ഫയർ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ നമുക്കൊരു കാർഡ് വെച്ചിട്ട് ഈ കാർഡുകളുടെ ബേസിക് ആയിട്ട് അർത്ഥം അറിയണം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം. ഇനി നമുക്ക് ചോദിക്കാവുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അടുത്ത ജീവിതത്തിൻ്റെ എൻ്റെ സ്റ്റെപ്പ് എന്താണ്, അതിൽ ഞാൻ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്, വാട്ട് ഈസ് മൈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് ചോദിക്കാം. കാരണം വെച്ചാൽ ടാരോ നമുക്കൊരു പരിധി വരെ ഭാവിയിലേക്ക് ഒരു നൽകും. കാർഡുകൾ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ് എന്താണ് എൻ്റെ കരിയറിൽ, നമ്മൾ അടുത്ത ആക്ഷൻ ചോദിക്കുകയാണ്. നമുക്കൊരു കാർഡ് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ കാർഡാണ് വരുന്നത്, ചാരിയറ്റ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. അപ്പോൾ നമ്മൾ ഈ കാർഡിൽ നോക്കും, ദൈവമേ എന്താണ് യുദ്ധത്തിന് പോകണമെന്നാണോ പറയുന്നത് നമ്മൾ വിചാരിക്കും. അപ്പോൾ ഈ നമ്മൾ നോക്കുമ്പോൾ ചാരിയറ്റ്, ഇപ്പോൾ നമുക്ക് ഈ കാർഡുകളുടെ അർത്ഥമൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഗൂഗിളൊക്കെ ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്, ഒരു രഥത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരാളെയാണ് കാണുന്നത്. അദ്ദേഹം ഒരു യുദ്ധസന്നനായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. മുൻപിൽ 2 സ്പിങ്സുകളെ കാണാം, ഒന്ന് കറുപ്പും ഒന്ന് വെളുപ്പുമാണ്. രണ്ടും 2 ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ രണ്ടും ഒരേ ഡയറക്ഷനിലേക്ക് പോകണം. ഇദ്ദേഹത്തിൻ്റെ കടിഞ്ഞാണില്ല, മനസ്സിൻ്റെ ശക്തിയാണ് ഇയാളുടെ കടിഞ്ഞാണ്. അപ്പോൾ ചാരിയറ്റ് എന്ന് പറയുന്ന കാർഡ് ദിശാബോധത്തിൻ്റെയും വിൽ പവറിൻ്റെയും കാർഡാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും, അതിനെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ദിശാബോധത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി, വിൽ പവറോടുകൂടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കണം, എനിക്ക് വ്യക്തമായിട്ടുള്ള ഗോളുണ്ടോ? ഞാൻ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് ഇപ്പോൾ ആത്മവിശ്വാസമുണ്ടോ? എനിക്ക് എൻ്റെ ജീവിതത്തിലെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? ദിശാബോധത്തോടുകൂടി ഒരു ഭാഗത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ ചോദ്യങ്ങളെല്ലാം യെസ് 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 എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ഡയറക്ഷനിലാണ്. നോ 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 എന്നുള്ളതാണെങ്കിൽ അതെല്ലാം വർക്കൗട്ട് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ അത് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ ജീവിതത്തിൻ്റെ അടുത്ത ഇതിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് എന്താ ചോദിക്കാം, നമ്മുടെ എനർജി എന്താണെന്ന് നോക്കാം. കാരണം നിങ്ങൾക്കറിയാമല്ലോ, അപ്പോൾ നമ്മൾ നേരത്തെ എന്താണ് ബ്ലോക്ക് എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ എന്താണ് ഞാൻ ഈ സിറ്റുവേഷനിൽ കാണാത്തത് എന്ന് ചോദിക്കാം. കാരണം എപ്പോഴും കാണാത്തത് കാണുമ്പോഴാണ് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നത്. വീണ്ടും നമ്മൾ കാർഡുകൾ എടുത്തു. ഈ ഒരു ചോദ്യം വളരെ കോമൺ ആയിട്ട് നമ്മൾ ചോദിക്കാറുണ്ട്, എന്താണ് ഞാനിപ്പോൾ കാണാത്തത്? നമുക്കൊരു കാർഡ് എടുത്ത് നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മളെടുത്തപ്പോൾ നമുക്ക് എന്താ പറയുക, 5 ഓഫ് കപ്സ് എന്ന് പറയുന്നൊരു കാർഡാണ്. ഈ കാർഡ് നമ്മൾ നമുക്ക് എന്താണ് കാണുന്നത്, കറുത്ത കോട്ടിട്ട ഒരാൾ തല താഴ്ത്തി നിൽക്കുന്നതാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ 3 കപ്പുകൾ വീണടക്കുന്നുണ്ട്. പുറകിൽ 2 കപ്പ് ഇരിക്കുന്നുണ്ട്. ഈ വ്യക്തി വീണെടുക്കുന്ന കപ്പിൽ നിന്ന് പോയ ദ്രാവകം അതിനോർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വ്യക്തി നമ്മൾ നോക്കി അറിയാൻ പറ്റും, ഇയാളൊരു നദിയുടെ അപ്പുറത്താണ് നിൽക്കുന്നത്. നദിക്ക് പുറകിലായിട്ട് നിങ്ങൾക്കൊരു ഇത് കാണാൻ പറ്റുന്നുണ്ട്, പാലം കാണാൻ പറ്റുന്നുണ്ട്. പാലത്തിന് അപ്പുറത്തൊരു വീട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഹ്യൂമാനിറ്റിയിൽ നിന്ന് മാറി ഇയാൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ഡിപ്രഷൻ്റെ കാർഡാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ കാണാത്തതെന്ന് ചോദിച്ചാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർഡ് വരുന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ട അവസരങ്ങളെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ട് നിരാശയിലിരിക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇതിൽ കാണുന്നത്. അതായത് ഈ കാർഡിൻ്റെ പറയുന്നുണ്ടെങ്കിൽ ഇത് കിട്ടുമ്പോൾ പൊതുവെ നമ്മൾ പറയാറുള്ളത് ഐ എം സോറി എന്നാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ വ്യക്തി ഡിപ്രഷനിലായിരിക്കും. ഈ വ്യക്തിക്ക് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഈ വ്യക്തി അതിനെക്കുറിച്ചോട് ദുഃഖിക്കുകയാണ്. അതായത് ഈ വ്യക്തി മനസ്സിൽ റീപ്ലേ ചെയ്യാണ്. അതായത് അന്ന് ഞാൻ ഇൻ്റർവ്യൂവിന് നന്നായിട്ട് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അന്ന് ഞാൻ ആ ഓഫർ എടുത്തിരുന്നെങ്കിൽ, പക്ഷെ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ വ്യക്തിയോട് പറയും, ചേട്ടാ ചേച്ചി ഒന്ന് തിരിഞ്ഞു നോക്കുമെന്ന് ചോദിക്കും. അപ്പോൾ വ്യക്തി അങ്ങനെയല്ല, ആ കാർഡിൽ നിൽക്കുന്ന ആളുടെ പുറകിലേക്ക് നോക്കുമെന്ന്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ 2 കപ്പ് ഇരിക്കുന്നുണ്ട്. അതായത് ഇനിയും 2 കപ്പ് ബാക്കിലുണ്ട്. അപ്പോൾ നഷ്ടപ്പെട്ടോർത്ത് ദുഃഖിക്കാതെ ഇനിയുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യും എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്താണ് കാണാത്തത് എന്ന് ചോദിച്ചാൽ, അവസരങ്ങൾ മുഴുവൻ അടഞ്ഞിട്ടില്ല, ഇനിയും ചില അവസരങ്ങളുണ്ട്, നമ്മളത് ശ്രദ്ധിക്കണം. അതായത് ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ ഉള്ളതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ കരിയർ റീഡിങ് നമ്മൾ സ്വയം ചെയ്യുമ്പോൾ നമ്മുടെ കരിയറിൽ പ്രധാനമായിട്ടും എന്താ പറയുക, എനിക്ക് എന്ന് ജോലി കിട്ടും എന്നൊന്നും ചോദിച്ചാലൊന്നും ടാരോയ്ക്ക് പറയാൻ പറ്റില്ല. കാരണം ടൈമിംഗ് ഒന്നും തുടക്കക്കാർക്ക് ഇതാക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം, സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. പക്ഷേ തുടക്കക്കാരെപ്പോഴും 1 കാർഡ് റീഡിങ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ പറയുക, 3 മാസം കഴിഞ്ഞ് എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കാം. ടാരോക്ക് ഒരു പരിധി വരെ ഇങ്ങനെ പോവുകയാണെങ്കിൽ വേർ ആം ഐ ഗോയിങ് ഇൻ 3 months ചോദിക്കാം. അപ്പോൾ നമുക്ക് വരുമ്പോൾ ഹാങ്ഡ് മാൻ എന്ന് പറയുന്ന ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. ഹാങ്ഡ് മാൻ എന്ന് പറയുന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, സാക്രിഫൈസ്, വേറെ ആംഗിളിൽ കാര്യങ്ങൾ കാണുക എന്ന് പറയുന്നൊരു കാർഡാണ്. അപ്പോൾ 3 മാസം കഴിഞ്ഞ് ഈ കാർഡ് റിവേഴ്സ് വരികയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ടാവും. അപ്പോഴും ഫിനാൻഷ്യലി ഇതായിട്ടൊന്നും വന്നിട്ടില്ല. അതായത്
നമ്മുടെ ജീവിതത്തിൽ ചെറിയ രീതിയിലൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും കാര്യമായിട്ടൊന്നും വന്നിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ടാരോട് ചോദിക്കാം, എന്ത് ഞാൻ ചെയ്യണം കാര്യങ്ങൾ മാറാൻ? കാരണം വെച്ചാൽ നമുക്കൊരു റിസൾട്ട് കിട്ടിയല്ലോ. അപ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത് അടുത്ത 3 മാസം? അപ്പോൾ നമുക്ക് ടാരോ എയ്സ് ഓഫ് വാണ്ട്സ് എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. എയ്സ് ഓഫ് എന്ന് പറഞ്ഞാൽ പുതിയ തുടക്കമാണ്, ഫയറാണ്. അപ്പോൾ നിങ്ങൾക്ക് കാർഡ് കണ്ടറിയാൻ പറ്റും, നമുക്ക് യൂണിവേഴ്സ് പുതിയൊരു ഇത് തരും, അത് വിശ്വസിക്കുക, ആ ഒരു ഊർജ്ജം കിട്ടും, അതുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ 3 മാസത്തിൻ്റെ മാറ്റാം. ഇങ്ങനെയാണ് നമ്മൾ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമ്മൾ കരിയറിൽ ഇതാക്കുന്നത്. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ശ്രമിച്ചു നോക്കൂ, നിങ്ങൾക്ക് കിട്ടുന്ന വേറെ കാർഡുകളായിരിക്കും, വേറെ ഉത്തരങ്ങളായിരിക്കും. അതിനനുസരിച്ച് ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ കരിയറിൽ ഇതാക്കുന്നത്. ഓക്കെ, ഇനി ചിലവർ ചോദിക്കാറുണ്ട്, അത് കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം, ഞാനൊരു ജോലിക്ക് പോകണമോ വേണ്ടയോ എന്ന് ചോദിക്കാറുണ്ട്. ഷുഡ് ഐ ഗോ ടു ദിസ് ഓർ നോട്ട് എന്നുള്ളത്. സാധാരണ യെസ് ഓർ നോ നമ്മൾ ചോദിക്കാറില്ല, എന്നാലും നമ്മൾ വിചാരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ എന്താ പറയുക, നിങ്ങൾക്കിപ്പോൾ ഗൾഫിൽ നിന്നൊരു ജോലി വന്നിട്ടുണ്ട്, നാട്ടിലൊരു ജോലിയുണ്ട്. അപ്പോൾ ഞാൻ ഗൾഫിൽ പോകണോ നാട്ടിൽ പോകണോ നോക്കുക. ആ ഒരു സമയത്ത് നമ്മൾ ഒന്നിൽ കൂടുതൽ കാർഡ് എടുക്കും. അപ്പോൾ നമ്മൾ ഗൾഫ് എന്ന് പറഞ്ഞൊരു കാർഡ് എടുക്കും, നാട് എന്ന് പറഞ്ഞൊരു കാർഡ് എടുക്കും, ജസ്റ്റ് 2 കാർഡ്. അപ്പോൾ ഗൾഫ് എന്ന് പറഞ്ഞ കാർഡ് എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് കിങ് ഓഫ് കപ്സും, നാട് എന്ന് പറഞ്ഞ കാർഡ് എടുത്തപ്പോൾ കിട്ടിയത് നമുക്ക് 9 ഓഫ് പെൻറ്റക്കിൾസും ആണ്. അതായത് ഒരു സൈഡ് കിങ് ഓഫ് കപ്സും മറ്റേ സൈഡ് 9 ഓഫ് പെൻറ്റക്കിൾസും ആണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണ്. അതായത് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും, കടലിനപ്പുറം നമുക്ക് വളരെ മാനസികമായിട്ടുള്ള സംതൃപ്തി ഉണ്ടാവും. കാരണം വെച്ചാൽ കിങ് എന്ന് പറയുന്ന എനർജിയാണ്, പക്ഷേ കാശൊന്നും കിട്ടില്ല. നാട്ടിൽ നിന്നാലോ 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്, അതായത് സ്വന്തം കാലിൽ നിൽക്കാം, ചുറ്റും ധനം കാണുന്നുണ്ട്. ഇങ്ങനെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് എൻ്റെ ചോദ്യം. അതായത് നിങ്ങൾ സോഷ്യൽ റെസ്പെക്റ്റിനും ഇതിനും വേണ്ടി വിദേശത്തേക്ക് പോയി ഒരുപാട് എന്താ പറയുക ഹാപ്പി ആയിരിക്കുമോ, ഐ മീൻ ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആയിരിക്കുമോ, അതോ നാട്ടിൽ നിന്ന് കാശ് സ്വീകരിക്കുമോ? താഴെ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക്. ഐ വിൽ സീ യു ഇൻ ദ അനദർ വീഡിയോ. അണ്ടിൽ വി മീറ്റ്, ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ്, സൈനിങ് ഓഫ്.